ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 77.13% പേർ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നതോടെ പോളിംഗ് ശതമാനം നേരായ വ്യത്യാസം വന്നേക്കാം. പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പലയിടങ്ങളിലും പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരത്ത് കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപവും ഉയർന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 76.82% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2014 ഇത് 73.8%. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്, 82.08%. ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്, 73.26% പേർ. അവസാന കണക്കുകൾ പുറത്തുവരുമ്പോൾ ഇതിൽ നേരിയ വ്യത്യാസം ഉണ്ടാകാം. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. വോട്ടെടുപ്പിനുള്ള സമയം അവസാനിക്കുന്ന 6 മണിക്കും നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ ക്യൂവിൽ ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായത് പോളിംഗ് വൈകാൻ ഇടയാക്കി. തിരുവനന്തപുരം കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയിൽ പതിഞ്ഞുവെന്ന ആക്ഷേപത്തെ തുടർന്ന് കുറച്ചു സമയം പോളിംഗ് തടസ്സപ്പെട്ടു. പരിശോധനയിൽ ഇത് തെളിയിക്കാൻ കഴിയാത്തതോടെ പട്ടം സ്വദേശി എബിനെതിരെ പോലീസ് കേസെടുത്തു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്ത് 7 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പോളിംഗ് ശതമാനം കൂടിയത് ആരെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. ഭരണവിരുദ്ധ വികാരമില്ലാത്തതും സർക്കാരിന്റെ നേട്ടങ്ങളും വോട്ടായി മാറിയിട്ടുണ്ടെന്നും അത് മികച്ച വിജയം സമ്മാനിക്കുമെന്നുമാണ് LDFന്റെ വിലയിരുത്തൽ. അതേസമയം UDFും BJPയും വിജയം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും വിലയിരുത്തുന്നു. ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ. മെയ് 23-നാണ് വോട്ടെണ്ണൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളും ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. LDFന്റെ വിജയം ഉറപ്പിക്കുന്നതാണെന്നും കോടിയേരി പ്രസ്താവനയിൽ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയും ഏജന്റുമാരും ബൂത്തിനുള്ളിൽ കയറി പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതിനെല്ലാം സംയമനത്തോടെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. സമാധാനപരമായ നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാഹചര്യം ഒരുക്കിയ LDF സർക്കാരിനും പോലീസിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. രാജ്യത്ത് മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 63.24% പ്രാഥമിക കണക്ക്. അതേസമയം തെരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക ആക്രമണം, ഒരാൾ കുത്തേറ്റു മരിച്ചു. അഹമ്മദാബാദിൽ വോട്ട് ചെയ്ത ശേഷം മോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് ആരോപണം. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലായി 116 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇതോടെ പോളിംഗ് നടന്നു. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ 302 സീറ്റുകളിലാണ് 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കർണാടകയിലും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങളിൽ വീതമാണ് വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ വ്യാപക ആക്രമണം നടന്ന പശ്ചിമബംഗാളിൽ ഇന്നും സംഘർഷങ്ങൾ ആവർത്തിച്ചു. മൂർഷിദാബാദിലെ ബലിഗ്രാമിൽ പോളിംഗ് ബൂത്തിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റുമുട്ടലിനിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിന്നയാൾ കൊല്ലപ്പെട്ടു. ദക്ഷിണ ദീജാപൂരിൽ പോളിംഗ് ഏജന്റ് കൊല്ലപ്പെട്ടു. റാണി നഗറിൽ പോളിംഗ് ബൂത്തിന് നേരെ ബോംബേറുണ്ടായി. ഗോവയിലും അസമിലും ബീഹാറിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. മൂന്നാം ഘട്ടത്തിൽ 7 സീറ്റുകളിൽ നടന്ന വോട്ടെടുപ്പോടെ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പും പൂർത്തിയായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബാക്കിയുണ്ടായിരുന്ന അസമിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ 10ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പുണ്ടായി. ഗാന്ധിനഗറിൽ നിന്ന് BJP അധ്യക്ഷൻ അമിത്ഷായും മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവും ജനവിധി തേടി. മല്ലികാർജുന ഖാർഗെ, ശരത് യാദവ്, അസം ഖാൻ, ജയപ്രദ, വരുൺ ഗാന്ധി, അനന്ത്കുമാർ ഹെഗ്ഡെ, സുപ്രിയ സുലെ എന്നിവരും ജനവിധി തേടി. പശ്ചിമ ബംഗാൾ മാറ്റി നിർത്തിയാൽ വ്യാപക അക്രമമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ലാതെയാണ് മൂന്നാം ഘട്ടം പൂർത്തിയായത്. കൈരളി ന്യൂസ്, ദില്ലി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 73.37% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ കേടായതുമൂലം പോളിംഗ് വൈകാൻ ഇടയാക്കി. കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയായി പതിഞ്ഞുവെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. ഉച്ചയോടെ 50% പേർ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് പാറശാല നിയോജക മണ്ഡലത്തിലാണ്, 76.04% പേർ. ഏറ്റവും കുറവ് നഗരപരിധിയിൽ വരുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലുമാണ്. നിരവധി ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പോളിംഗ് വൈകി. കോവളത്തും വട്ടിയൂർക്കാവിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പതിഞ്ഞതായി ആക്ഷേപമുയർന്നു.
എന്നാൽ ആക്ഷേപം ഉന്നയിച്ചവർക്ക് ഇത് തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. പട്ടം സ്വദേശി എബിനെതിരെയാണ് കേസെടുത്തത്. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ കമലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലും UDF സ്ഥാനാർത്ഥി ശശി തരൂർ കോട്ടൺ ഹിൽ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ഫോർട്ട് ഹൈസ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നിട്ടും മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കുറയുകയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ആറ്റിങ്ങലിൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ് 2014 അപേക്ഷിച്ച് 3% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കടയിലും ഏറ്റവും കുറവ് വാമനപുരം നിയോജക മണ്ഡലത്തിലുമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 71.13% പേർ വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുമ്പോൾ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്, 75.05. ഏറ്റവും കുറവ് വാമനപുരം 68.57. മറ്റു മണ്ഡലങ്ങളിലെ കണക്കുകൾ ഇപ്രകാരമാണ്. വർക്കലയിൽ 66, ആറ്റിങ്ങലിൽ 72, ചിറയൻകീഴ് 73, നെടുമങ്ങാട് 71, അരുവിക്കരയിൽ 74% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് ശതമാനത്തിൽ 2014 അപേക്ഷിച്ച് 3%-ലേറെ വോട്ടുകളുടെ വർധനവാണ് ആറ്റിങ്ങലിൽ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര ആറ്റിങ്ങലിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണാമായിരുന്നു. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും വോട്ടിംഗ് ശതമാനം കൂടിയതും ന്യൂനപക്ഷ മേഖലകൾ ആവേശത്തോടെ പങ്കാളിയായതും LDFും UDFും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. വോട്ടെടുപ്പ് സമയം അവസാനിച്ച ശേഷവും വോട്ടർമാരുടെ വൻ നിര ബൂത്തുകളിൽ കാണാമായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകളും ചില ഉദ്യോഗസ്ഥരുടെ കാര്യശേഷിയില്ലായ്മയും വോട്ടിംഗ് പുരോഗതിക്ക് വിഘാതമായി. വോട്ടെടുപ്പ് പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും നാലാഞ്ചിറ മാർ ഇവാനിയസ് കോളേജിലേക്ക് മാറ്റി. സ്ട്രോങ് റൂമുകൾക്ക് കേന്ദ്രസേനയുടെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. S. ജീവൻകുമാർ, കൈരളി ന്യൂസ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 74.40% പോളിംഗ് രേഖപ്പെടുത്തി. ആകെ 96,849 വോട്ടുകളാണ് പോൾ ചെയ്തത്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 3% അധികം ഇക്കുറി പോൾ ചെയ്തു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് 1,50,939 പേർ പോൾ ചെയ്ത കുണ്ടറ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. കുറവ് 1,27,421 പേർ വോട്ട് ചെയ്ത കൊല്ലം മണ്ഡലത്തിലും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് 80,166 പേർ പോൾ ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും കുറവ് 65,904 പേർ വോട്ട് ചെയ്ത ഇരവിപുരം മണ്ഡലത്തിലുമാണ്. പുരുഷന്മാരിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് 70,773 പേർ വോട്ട് ചെയ്ത കുണ്ടറ മണ്ഡലത്തിലും കുറവ് 58,118 പേർ പോൾ ചെയ്ത ചാത്തന്നൂർ മണ്ഡലത്തിലുമാണ്. കൊല്ലത്ത് 75.10%, ഇരവിപുരത്ത് 73.49%, ചാത്തന്നൂരിൽ 73.15%, ചവറയിൽ 77.31%, കുണ്ടറയിൽ 75.77%, പുനലൂരിൽ 72.40%, ചടയമംഗലത്ത് 73.86% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് നില. വളരെ അനുകൂലമായ പ്രതികരണമാണ്. പോളിംഗ് പൊതുവിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നല്ലപോലെ വോട്ടർമാർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അനുകൂലമായ പ്രതികരണമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. കൊല്ലത്തെ സംബന്ധിച്ച് പോളിംഗ് നല്ലതുപോലെ വന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് തന്നെയാണ് മുൻകാല കണക്കുകൾ കാണിക്കുന്നത്. ഒരു ചരിത്ര വിജയം നേടാനാണ് ഇടതുമുന്നണി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രമിക്കുന്നത്. ചവറയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. തിരികെ വാർത്തകളിലേക്ക്. കടുത്ത മത്സരം നടക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആവേശത്തോടെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകുമെന്നായിരുന്നു പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വോട്ടിലും ശതമാനക്കണക്കിലും ഈ തെരഞ്ഞെടുപ്പ് 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നിലെത്തിയത്. അന്ന് 66.2% ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 73.41% അത് വർദ്ധിച്ചു. 13,84,278 പേരിൽ 10,02,062 പേർ വോട്ടവകാശം ഫലപ്രദമായി ഉപയോഗിച്ചു. പോളിംഗ് കഴിഞ്ഞ് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും ചെന്നീർക്കല കേന്ദ്രീയ വിദ്യാലയത്തിലേക്കും മാറ്റി. മെയ് 23 നടക്കുന്ന വോട്ടെണ്ണലും ഇവിടെയാണ് നടക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയോടെ LDF. UDFിന്റെ പരമ്പരാഗത കോട്ടയിൽ വിള്ളലുണ്ടാക്കാനായെന്നും വിലയിരുത്തൽ. 12 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലത്തിൽ 8.88 ലക്ഷം പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക് ഇക്കുറി 5% ഉയർന്നു.
77.88% പേർ വോട്ട് രേഖപ്പെടുത്തിയ വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. തൊട്ടുപിന്നിൽ ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും 75% വോട്ടുകളാണ് പോൾ ചെയ്തത്. പുതുപ്പള്ളിയിൽ 74% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പിറവത്ത് 72%, പാലായിൽ 71% വോട്ടർമാർ വിധി എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കടുത്തുരുത്തിയിലാണ് മണ്ഡലത്തിലെ കുറഞ്ഞ പോളിംഗ്. LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് വൈക്കം, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം എന്നീ മണ്ഡലങ്ങളിലാണ്. പാലായിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്നും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് കുറയുമെന്നുമാണ് വോട്ടിംഗിന് ശേഷമുള്ള വിലയിരുത്തൽ. ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികൾ നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ വിജയം കണ്ടതിന്റെ തെളിവ് കൂടിയാണ് എനിക്ക് പിന്നിലെ ഈ നീണ്ട നിര. ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കിയാൽ സമാധാനപരമായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെടുപ്പ്. സമയപരിധി കഴിഞ്ഞും ചിലയിടങ്ങളിൽ പോളിംഗ് തുടർന്നു. മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം 74 കടന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 13,56,701 വോട്ടർമാരാണ് 1331 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തിയത്. ചില കേന്ദ്രങ്ങളിൽ യന്ത്രത്തകരാർ മൂലം തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നീടത് പരിഹരിച്ചു. ചേർത്തലയിൽ 88 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം പരിശോധിക്കുന്നതിനിടയിൽ വോട്ട് ചെയ്ത വോട്ടുകൾ മുഴുവൻ BJPക്ക് പോയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ യന്ത്രം മാറ്റി. ആലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് രാവിലെ 7:30 കുതിരപ്പന്തി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ കുടുംബസമേതം പറവൂർ സ്കൂളിൽ വോട്ട് ചെയ്തു. ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്ന് VS പിന്നീട് പറഞ്ഞു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് SDV സ്കൂളിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ കുടുംബസമേതം പറവൂർ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം ഫഹദ് ഫാസിലും ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. രമേശ് ചെന്നിത്തല സ്കൂളിലും KC വേണുഗോപാൽ തിരുവമ്പാടി സ്കൂളിലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുടുംബസമേതം കണിച്ചുകുളങ്ങര സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. KR ഗൗരിയമ്മ SDV സ്കൂളിൽ വോട്ട് ചെയ്തു. ഏറെ വൈകിയും ആലപ്പുഴ മണ്ഡലത്തിൽ പോളിംഗ് ചില കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. 7 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 78.8% പോളിംഗാണ് ആലപ്പുഴയിൽ നടന്നത്. 2014 78.59% ആലപ്പുഴയിലെ പോളിംഗ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലും കനത്ത പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദമായാണ് ഇടത് വലത് മുന്നണികൾ ഉള്ളത്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒരുപോലെ ഉയർന്ന പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തോട്ടം തൊഴിലാളികൾ ഏറെയുള്ളതും മന്ത്രി MM മണിയുടെ മണ്ഡലവുമായ ഉടുമ്പൻചോലയാണ് മുന്നിൽ. തൊട്ടുപിറകെ കോതമംഗലം, മൂവാറ്റുപുഴ, പീരുമേട്, തൊടുപുഴ എന്നിവയും. ഇടുക്കി, ദേവികുളം മണ്ഡലങ്ങളിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും വിദൂര പോളിംഗ് സ്റ്റേഷനുമായ ഇടമലക്കുടിയിലും മികച്ച പോളിംഗാണ് റിപ്പോർട്ട് ചെയ്തത്. മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം കാലാവസ്ഥ അനുകൂലമായതും പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായി. സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വാഴത്തോപ്പ് മുളകുപള്ളിയിൽ 88 ബൂത്തിലും, UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പൈങ്ങോട്ടൂരിൽ 80 നമ്പർ ബൂത്തിലും, NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ മണക്കാട് 127 നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി MM മണി കുഞ്ചിത്തണിയിൽ 169 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 60 പ്രശ്നബാധിത ബൂത്തുകളടക്കം 1305 പോളിംഗ് സ്റ്റേഷനുകൾ മണ്ഡലത്തിൽ ഒരുക്കിയിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലവും വിധിയെഴുതി. ഇനി മലയോര ജനതയുടെ വിധിയെഴുത്ത് ആർക്ക് അനുകൂലമാകും എന്നറിയാനുള്ള കാത്തിരിപ്പ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ശക്തമായ മത്സരം നടക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലായി നടൻ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ വോട്ട് ചെയ്തു. ശക്തമായ പോളിംഗ് നടന്ന സാഹചര്യത്തിൽ വിജയപ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. രാവിലെ 7-ന് പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ LDF, UDF സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി P. രാജീവ് കളമശ്ശേരി കുസാറ്റ് അംബേദ്കർ നഗറിൽ കുടുംബസമേതം എത്തിയാണ് വോട്ട് ചെയ്തത്. കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് വിശാലമായി തന്നെ ജനങ്ങൾ അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല വിശ്വാസമാണുള്ളത്. ജനങ്ങളിൽ എപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നടൻ മമ്മൂട്ടി ഭാര്യയോടൊപ്പം പനമ്പള്ളി നഗറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടതു വലത് സ്ഥാനാർത്ഥികൾ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ MK സാനു SRV സ്കൂളിൽ ഉച്ചയോടെ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനും രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു.
രാവിലെ മോക്ക് പോളിംഗിനിടെ ജില്ലയിലെ ചില ബൂത്തുകളിൽ ബാലറ്റ് യൂണിറ്റുകളിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവ മാറ്റി നൽകി. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടു. മാർക്കറ്റ് റോഡിലെ സെന്റ് മേരീസ് സ്കൂൾ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വോട്ട് രേഖപ്പെടുത്താനായില്ല. രാവിലെ മുതൽ തന്നെ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. 1.5 മാസം നീണ്ടുനിന്ന പ്രചരണത്തിന്റെ അതേ ചൂട് തന്നെയാണ് പോളിംഗ് ദിനത്തിലും അനുഭവപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകളാണ് 1108 ബൂത്തുകളിലായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. എറണാകുളത്ത് നിന്നും സജി പൂവത്തിങ്ങലിനൊപ്പം വിഷ്ണുപ്രസാദ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവസാന കണക്കനുസരിച്ച് 77% പേരാണ് ചാലക്കുടിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പാർലമെന്റ് മണ്ഡലം ഒന്നാകെ ഈ മണ്ഡലം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണയേക്കാൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചാലക്കുടി മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് രാവിലെ 7 മണിക്ക് വോട്ട് ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂളിലാണ് അദ്ദേഹം കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് താനെന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എന്നെ കാണുമ്പോൾ ഓടിക്കൂടുന്ന ആളുകൾ അവരുടെ വോട്ട് മുഴുവനും ആ കാണുന്ന ആൾക്കാരുടെ അവരൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഇത് അയാൾ തന്നെയാണോ ഇയാൾ എന്ന് ഉള്ള രീതിയിലാണ് ജനങ്ങൾ എന്നെ നോക്കിക്കണ്ടത്. തുടർന്ന് അദ്ദേഹം വിവിധ ബൂത്തുകളിലും സന്ദർശനം നടത്തി. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തൃക്കാക്കരയിലും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ചേരാനല്ലൂരും വോട്ട് ചെയ്തു. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും തങ്ങളുടെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. ഏതാനും ബൂത്തുകളിൽ വോട്ടിംഗ് VVPAT മെഷീനുകൾ തകരാറിലായെങ്കിലും പിന്നീട് അവ മാറ്റി സ്ഥാപിച്ച് പ്രശ്നം പരിഹരിച്ചു. കനത്ത വെയിലിനെ അവഗണിച്ചാണ് സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി ബൂത്തുകളിലെത്തിയത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഒരുപോലെ ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. വൈകിട്ട് പോളിംഗ് അവസാനിച്ച് 6 മണിക്ക് ശേഷവും പലയിടത്തും ബൂത്തിന് മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അതിലേക്കെത്താം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് എതിരായ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതി. മുതിർന്ന 2ാമത്തെ ജഡ്ജി SA ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ കുടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചെന്ന സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരാകും. ോടെയാണ് ലൈംഗികാരോപണം അന്വേഷിക്കാൻ സുപ്രീം കോടതി സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം. സുപ്രീം കോടതിയിലെ മുതിർന്ന 2ാമത്തെ ജഡ്ജിയായ SA ബോബ്ഡെയുടെ നേതൃത്വത്തിലാണ് സമിതി. ബോബ്ഡെ കൂടാതെ ജസ്റ്റിസുമാരായ NV രമണ, ഇന്ദിരാ ബാനർജി എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. മുതിർന്ന 3ാമത്തെ ജഡ്ജ് എന്ന പരിഗണനയിൽ NV രമണ സമിതിയിൽ അംഗമായപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇന്ദിരാ ബാനർജിയെ സമിതിയിൽ അംഗമാക്കിയത്. ആഭ്യന്തര അന്വേഷണത്തിനാണ് സമിതി നേതൃത്വം നൽകുക. പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമിതി തീരുമാനമെടുക്കും. അതേസമയം ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ 1.5 കോടി രൂപ വാഗ്ദാനം ലഭിച്ചെന്ന് സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകൻ ഉത്സവ് സിംഗ് ഇന്ന് കോടതിയിൽ ഹാജരാകും. ഉത്സവ് സിംഗ് ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ ജഡ്ജിമാർക്കും പങ്കുണ്ടെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശവും അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വിശദീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.